നെതർലൻഡ്സിലെ വോളൻഡാം ഗ്രാമത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ടൂറിസത്തിന്റെ വലിയൊരു കേന്ദ്രമാണ് വോളൻഡാം. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ഒരു ഗ്രാമം. എവിടെയും കാണുന്നത് ടൂറിസ്റ്റുകളെ മാത്രം. ഒരു സ്ഥാപനത്തിലേക്ക് കയറി ഞങ്ങൾ. ഡച്ച് ചീസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണിത്. നെതർലൻഡ്സിന്റെ ചീസ് ലോകപ്രശസ്തമാണ്. അത് പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിക്കുന്ന ഒരിടമാണിത്. ഈ ഇരിക്കുന്നതെല്ലാം ചീസ് അഥവാ പാൽക്കട്ടയാണ്. പാൽ പുളിപ്പിച്ച് പിരിച്ചെടുത്ത് ജലാംശം പൂർണ്ണമായും പിഴിഞ്ഞുകളഞ്ഞ് നിർമ്മിക്കുന്ന ചീസ്. പല നിലകളിൽ ടൂറിസ്റ്റുകളുടെ പല സംഘങ്ങൾ വന്ന് ചീസ് ഉണ്ടാക്കുന്ന പ്രക്രിയ നേരിൽ കണ്ടു മടങ്ങുന്നു. ഇവിടെ ക്ലാസ് റൂം പോലൊരു ഭാഗമുണ്ട്. ഞങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചു. ഇവിടെ ഇരുന്നാൽ ചീസ് ഉണ്ടാക്കുന്നത് കാണാം. മുന്നിൽ ഒരു ഡെമോൺസ്ട്രേറ്റർ ഉണ്ട്. ഇത്തരം പല സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് വിൽക്കുന്നതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരും. ടൂറിസത്തിൽ ഇതെല്ലാം പ്രായോഗികമാക്കാനാവും. കള്ളു ചെത്തുന്നത്, നമ്മുടെ പരമ്പരാഗതമായ ചില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയൊക്കെ ടൂറിസ്റ്റുകൾക്ക് മുൻപിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതൊക്കെ വിൽപ്പന നടത്തുകയുമാവാം. ചീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇവർ പറയുന്നത്. പാൽ പുളിപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുക. റെനറ്റ് പോലുള്ള എൻസൈമുകളാണ് അതിനായി ഉപയോഗിക്കുന്നത്. പുളിപ്പിച്ച പാലിൽ നിന്നും കട്ടിയുള്ള ഭാഗം വേർതിരിച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി. കട്ടിയുള്ള ഭാഗം പാത്രത്തിന്റെ അടിഭാഗത്ത് അടിയുന്നതിനായി ചില കെമിക്കലുകൾ ഉപയോഗിക്കും. അടിഞ്ഞുകിടക്കുന്നത് പ്രസ് ചെയ്ത് വെള്ളം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ചീസ് രൂപപ്പെടുത്തുന്നത്. ഡച്ച് ചീസിന്റെ ഗുണഗണങ്ങളാണ് ഡെമോൺസ്ട്രേറ്റർ വിവരിക്കുന്നത്. ചീസ് ഇങ്ങനെ ചെയ്യുകയാണ് വിഭവങ്ങളിൽ ചേർക്കുക. ഹോട്ട് ഡോഗ്, പുഡിംഗ്, സാൻഡ്വിച്ച്, പിസ്സ എന്നിവയിലെല്ലാം ചീസ് ചേരുവയാണ്. പിസ്സയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ചീസ്. ചീസിന്റെ അളവിനനുസരിച്ച് പിസ്സയുടെ രുചി കൂടും. ഇവിടെ നിന്നും ചീസ് വാങ്ങാം. കൂടാതെ ഇവരുണ്ടാക്കുന്ന ചീസിന്റെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും അത് രുചിച്ചിട്ട് പോകണമെന്നാണ് ഡെമോൺസ്ട്രേറ്റർ പറഞ്ഞത്. വലിയൊരു ഹാളിൽ പലതരം ചീസുകൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിനെല്ലാം അടുത്ത് സാമ്പിളുകളുമുണ്ട്. ഇതെല്ലാം ഓരോ ഇനം ചീസാണ്. സ്മോക്ക് ചെയ്തത്, പല ഫ്ലേവറുകളിലുള്ളത് എന്നിങ്ങനെയെല്ലാം ഉണ്ട്. ഓരോന്നിനും അടുത്ത് സാമ്പിളുണ്ട്. അത് യഥേഷ്ടമെടുത്ത് രുചിക്കാം. എനിക്ക് വലിയ ഇഷ്ടമാണ് ചീസ്. ചെറിയ ചവർപ്പോടു കൂടിയ രുചി. ഓരോന്നിന്റെയും വിലയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചീസ് മാത്രമല്ല, അത് ചുരണ്ടിയെടുക്കാനുള്ള പലതരം കത്തികളുമുണ്ട് ഇവിടെ. അതാണ് ഈ വെച്ചിരിക്കുന്നത്. 12.5 യൂറോയാണ് കത്തിയുടെ വില. നിലവാരമനുസരിച്ച് ചീസിന്റെ വിലയിൽ വ്യത്യാസമുണ്ടാവും. കിലോഗ്രാമിന് 30 യൂറോ അഥവാ 2400 രൂപ വരെ വിലയുള്ള ചീസ് ഇവിടെയുണ്ട്. കുറച്ച് സാമ്പിൾ കഴിച്ചു. ഞാൻ പുറത്തിറങ്ങി. ചിലരൊക്കെ ചീസ് വാങ്ങിയിട്ടുമുണ്ട്. ഈ ചുവപ്പ് ഷർട്ടുകാരനാണ് ഞങ്ങളുടെ ഗൈഡ്. അയാളെ ഇതേവരെ ഞാൻ ശരിക്കും കണ്ടിരുന്നില്ല. 80 പേരടങ്ങുന്ന സംഘത്തിന്റെ ഏറ്റവും മുന്നിൽ കൊടിപിടിച്ച് ഗൈഡ് നീങ്ങുന്നു. ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനാൽ ഏറ്റവും പിന്നിലാണ് ഞാൻ നടക്കുന്നത്. ഇനി 1 മണിക്കൂർ സമയമുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം കൊണ്ട് ലഞ്ച് കഴിക്കേണ്ടവർക്ക് അതാവാം. ഷോപ്പിംഗ് പ്രിയർക്ക് അത് നടത്താം. അതിനുശേഷമേ ഇനി യാത്ര തുടരുകയുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും എവിടെയാണ് എത്തേണ്ടതെന്ന് ഗൈഡ് പറഞ്ഞു. വോളൻഡാമിന്റെ തെരുവിലൂടെ തനിയെ നടത്തം തുടർന്നു. ബോട്ട് ജെട്ടിയും പിയറുകളും പ്രൊമനേഡും മറീനയുമെല്ലാമുള്ള ഒരു ഗ്രാമം. അതങ്ങനെ അതിമനോഹരമായി ഒരുക്കിവെച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുന്നതാണ് കാഴ്ച. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. നാട്ടുകാരായി ഇവിടെ കാണുന്നത്
കടകളിലെ കച്ചവടക്കാരോ ജീവനക്കാരോ ആണ്. ഇതൊക്കെയാണ് നെതർലൻഡ്സിന്റെ ടൂറിസത്തിന്റെ പ്രത്യേകതകൾ. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലെത്തുന്നത്. ടൂറിസ്റ്റുകൾ വെറുതെ വന്ന് നിറയുകയല്ല, അതിന് കാരണം കൂടിയുണ്ട്. അതറിയണമെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കടകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ ഫുട്പാത്ത് എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്, കെട്ടിടങ്ങളുടെ രൂപം എങ്ങനെയുള്ളതാണ്, ഇവിടെയൊക്കെയുള്ള വൃത്തിയും ഭംഗിയും എത്രയാണ്, അതെല്ലാം കാണണം. ഓരോ കടയുടെയും മുന്നിലും തിണ്ണയിലും നിറയെ ആളുകൾ. ഈ സൂക്ഷ്മാംശങ്ങൾ നമ്മുടെ ഡിസൈനർമാരും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലുള്ളവരും കാണണം. ഇന്നെല്ലാവരും പ്രൊഫഷണലിസത്തിന്റെയും വൃത്തിയുടെയും കലാബോധത്തിന്റെയും പിറകെയാണ്. നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പോലും അതിന്റെ പെർഫെക്ഷൻ ആണല്ലോ ഏറെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ടൂറിസം ഡെസ്റ്റിനേഷനുകളും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു വരുന്നവരെ സ്വീകരിക്കാൻ തന്നെയാണ് കേരളത്തിലും ഡെസ്റ്റിനേഷനുകൾ ഒരുക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള നിലവാരം അവിടെയും വേണം. ഇതേ ശൈലി വേണമെന്നല്ല പറയുന്നത്, കേരളീയമായ രീതിയിൽ അതെല്ലാം തയ്യാറാക്കേണ്ടതുണ്ട്. ഇതേ ക്വാളിറ്റിയും ഇതേ വൃത്തിയും ഇതേ മനോഹാരിതയും ഇവിടെയുള്ള പ്രൊഫഷണലിസവും വേണം. പലതരം ബിയർ കടകൾ, അതിന്റെ വരാന്തയിൽ ഒരു ബിയറും നുണഞ്ഞ് കുടുംബാംഗങ്ങളൊത്ത് ആളുകൾ അങ്ങനെയിരിക്കും. ബിയർ കഴിക്കേണ്ടവർ കേരളത്തിലേക്ക് വരേണ്ട എന്നുവരെ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയക്കാരുള്ള നാടാണല്ലോ നമ്മുടേത്. അത് കിട്ടുന്ന എത്രയോ ഡെസ്റ്റിനേഷനുകൾ ഉണ്ടെന്നിരിക്കെ കിട്ടാത്ത കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമെന്താണ്? തീർത്ഥാടനത്തിനല്ല സായിപ്പുമാർ വരുന്നത്. അവർ ഒഴിവു ദിവസങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം പുതിയ സ്ഥലങ്ങൾ കാണുകയുമാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ് കാണുന്നത്. സൈക്കിളും തള്ളിപ്പോകുന്ന ധാരാളം പേരെ ഇവിടെ കാണാം. ഇവിടെയൊന്നും മദ്യപിച്ച് വഴിയിൽ കിടക്കുന്നവരെയോ ബഹളമുണ്ടാക്കുന്നവരെയോ കാണില്ല. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ മുഴുകി പരസ്പര ബഹുമാനത്തോടെ നടന്നു നീങ്ങുന്നു. പാശ്ചാത്യരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയൊക്കെ തന്നെയാണ്. വോളൻഡാമിന്റെ തെരുവുകളിലൂടെ ഞാൻ കുറെ നേരം ചുറ്റി നടന്നു. ഏതു തെരുവും ആകർഷകമാണ്. പഴമയുടെയും സാംസ്കാരിക തനിമയുടെയും നിറവും ഭാവവുമുള്ള തെരുവുകൾ. ഏതെല്ലാമോ നാടുകളിൽ നിന്നെത്തിയ ടൂറിസ്റ്റുകൾ. അവർ സംഘങ്ങളായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നു. കാഴ്ചകൾ കാണുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഈ വരുന്നവരിൽ തന്നെ നിരവധി പ്രതിഭാശാലികൾ ഉണ്ടാകും. ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയക്കാരുമെല്ലാം ഉണ്ടാവും. വലിയ മഗ്ഗുകളിൽ ബിയറുമായി ആളുകൾ കൂടി നിൽക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഇവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സാംസ്കാരിക ച്യുതിയും ഉണ്ടാകുന്നില്ല. ഇവരൊന്നും സാമൂഹ്യ വിരുദ്ധരുമല്ല. കഠിനമായ ജോലിയിലെ ഇടവേളകളിൽ വെക്കേഷൻ ആസ്വദിക്കാൻ എത്തുന്നവരാണ്. തെരുവിലെ കാഴ്ചകൾ കണ്ടു നിൽക്കെ ഒരു ഗൈഡ് ഞങ്ങളെ ഒരു കെട്ടിടത്തിന്റെ നിലവറയിലേക്ക് നയിച്ചു. ഇത് ഇവിടുത്തെ ഒരു ബേക്കറിയാണ്. വോൾട്ടീസ് വാഫിൾസ് എന്നറിയപ്പെടുന്ന സ്ഥാപനം. വാഫിൾ എന്ന് പറയുന്നത് ഒരു തരം പലഹാരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ വോളൻഡാമിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പലഹാരമാണത്. പഴയകാലത്ത് അത് ഉണ്ടാക്കിയിരുന്ന അടുക്കളയും അടുപ്പുമൊക്കെ ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. വോൾട്ടീസിന്റെ വാഫിൾസ് നെതർലൻഡ്സിലെങ്ങും വളരെ പ്രശസ്തമാണ്. വാഫിൾസ് ഉണ്ടാക്കുന്നതിന്റെ ഡെമോൺസ്ട്രേഷനാണ് ഇവർ നടത്തുന്നത്. ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരാണ് പാചകക്കാരിയെ സഹായിക്കാൻ ചെന്നു നിൽക്കുന്നത്. കുഴച്ച ധാന്യമാവ് പരത്തിയെടുത്ത് അതിന്മേൽ തേൻ പോലുള്ള ചില സംഗതിയൊക്കെ പുരട്ടി ബേക്ക് ചെയ്യുന്നു. ധാന്യപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന മിശ്രിതമാണ് അതിന്റെ പ്രധാന ചേരുവ. ഗോതമ്പ്, ചോളം എന്നിവയുടെ എല്ലാം മാവ് ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. വാഫിൾസ് നിർമ്മിക്കുന്നതിന് പ്രത്യേക പാത്രങ്ങളും മറ്റുമുണ്ട്. ധാന്യപ്പൊടി കൊണ്ട് ആദ്യം ചുട്ടെടുക്കുന്ന കേക്കിലേക്ക് പിന്നീട് മുട്ടയും ഉണക്കപ്പഴങ്ങളുമെല്ലാം ചേർക്കുന്നു.
ഓരോ നാട്ടിലും വാഫിളിന്റെ ചേരുവയിൽ വ്യത്യാസമുണ്ടാകും. ഏറ്റവും മികച്ച വാഫിൾ നിർമ്മിക്കുന്നത് നെതർലൻഡ്സിലാണെന്ന് പറയാറുണ്ട്. ഇവിടുത്തെ ഇത്തരം ഡെമോൺസ്ട്രേറ്റർമാരെല്ലാം നല്ല വാക്ചാതുരിയുള്ളവരാണ്. നിലവറയിലെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞതോടെ ഞങ്ങൾ മുകൾ നിലയിലേക്ക് കയറി. മുകളിലാണ് ഷോറൂം. വോൾട്ടീസിന്റെ പല ക്വാളിറ്റിയിലുള്ള വാഫിൾസ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് വാഫിളിന്റെ രൂപം. ഗിഫ്റ്റായി വാങ്ങി നൽകാനുള്ളതും വാങ്ങിയ ഉടനെ കഴിക്കാനുള്ളതുമെല്ലാം ഉണ്ട്. പാശ്ചാത്യർക്ക് വലിയ ഇഷ്ടമാണ് വാഫിൾ. ഉണക്കപ്പഴങ്ങളും പലതരം നട്ട്സുമെല്ലാം ചേരുവകളായ വാഫിളുകളുണ്ട്. എല്ലാം ചുറ്റി നടന്ന് കാണുന്നുണ്ടെങ്കിലും മിക്കവരും ഒന്നും തന്നെ വാങ്ങുന്നില്ല. ഞാൻ കരുതിയത് ഇന്ത്യക്കാരനായ ഞാൻ മാത്രമേ ഇവിടെ നിന്നൊന്നും സാധനങ്ങൾ വാങ്ങാത്തതായി ഉള്ളൂ എന്നാണ്. ഞാൻ വീണ്ടും തെരുവിലേക്കിറങ്ങി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വോളൻഡാമിൽ നിന്നും പുറപ്പെടാൻ നേരമായി. ഞങ്ങളെയും നയിച്ചുകൊണ്ട് ഗൈഡ് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ദിവസങ്ങളോളം താമസിക്കുന്നവരുണ്ട്. 1-2 ദിവസത്തെ യാത്രയ്ക്കായി എത്തുന്നവരുമുണ്ട്. വലുതും ചെറുതുമായ ഹോട്ടലുകളും ഹോം സ്റ്റേകളും എല്ലാമുണ്ട് വോളൻഡാമിൽ. പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെയാണ് വോളൻഡാം. 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. 18ാം നൂറ്റാണ്ട് മുതൽ ഇവിടം ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. വോളൻഡാമിലെ ആളുകൾക്ക് അന്നൊക്കെ തനതായ ജീവിതശൈലിയും വേഷവും വരെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭക്ഷണ വൈവിധ്യവും നെതർലൻഡ്സിലെങ്ങും പേരുകേട്ടതായിരുന്നു. മനോഹരമായ പൂച്ചെടികളാൽ അലങ്കൃതമായ തിണ്ണകൾ, അവിടെ മേശയ്ക്ക് ചുറ്റും വട്ടമിരിക്കുന്ന ആളുകൾ. വോളൻഡാമിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണാനില്ല. പിന്നെ എന്തിനാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നത്? ഇങ്ങനെ ഒരു ആംബിയൻസ് സൃഷ്ടിച്ചു കൊടുത്താൽ മാത്രം മതി ടൂറിസ്റ്റുകൾ വന്നുകൊള്ളും. വരുന്നവർക്ക് ഷോപ്പ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം വേണം. അതുമാത്രമാണ് അവർക്ക് വേണ്ടത്. ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക്, ഈ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചിയെയും മട്ടാഞ്ചേരിയെയും മാറ്റണം. അവിടമൊന്നും ഇപ്പോൾ മോശമാണ് എന്നല്ല പറയുന്നത്. അതിനെയൊക്കെ ഒന്നുകൂടി പ്രൊഫഷണൽ ആക്കണം. കോഴിക്കോട്ടെ ചില തെരുവുകൾ ഈ വിധം മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. മിഠായി തെരുവ് നവീകരിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നുകൂടി കളർഫുൾ ആക്കണം. കുറച്ചുകൂടി ലൈഫ് കൊണ്ടുവരണം. ലൈഫ് ഉണ്ടെങ്കിലേ ടൂറിസ്റ്റുകൾ എത്തുകയുള്ളൂ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വേണം. ഒരു ബിയറും കഴിച്ച് തെരുവോരത്തിങ്ങനെ ഇരിക്കാൻ പറ്റണം. ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നതോ എത്തി നോക്കുന്നതോ കമന്റ് അടിക്കുന്നതോ ഒന്നും അവർക്കിഷ്ടമല്ല. നൂർദേയിന്റെ സ്ട്രീറ്റാണിത്. ഞങ്ങൾ അതിലൂടെ മുന്നോട്ട് നടന്നു. ഒരു ഭാഗത്ത് ചെരിഞ്ഞ മേൽക്കൂരയുള്ള കെട്ടിടങ്ങൾ. വലിയൊരു മൺചിറയിലാണ് ഈ കെട്ടിടങ്ങൾ നിൽക്കുന്നത്. മുൻഭാഗത്ത് ഉൾക്കടലാണ്. വീടുകളുടെ പിൻഭാഗം കടൽ നിരപ്പിൽ നിന്നും താഴ്ന്നാണ് കിടക്കുന്നത്. അതിലൂടെ കനാലുകളുണ്ട്. ചെറിയ ഇത്തരം ബീച്ചുകളൊക്കെയുണ്ട് ഇവിടെ. അവിടെയും ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നു. ജലപക്ഷികൾ നീന്തുന്നു. അധിക നേരം നിൽക്കാനാവില്ല. നടത്തം തുടർന്നു. ഇതൊക്കെ കടലിൽ നിന്ന് മണ്ണ് കോരിയിട്ട് തിട്ടയാക്കിയെടുത്ത ഭാഗങ്ങളാണ്. വീട് ഭൂനിരപ്പിലാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ താഴേക്ക് 1-2 നിലകൾ ഉണ്ടാകും. വീടിന്റെ മുകൾ ഭാഗം മാത്രമാണ് റോഡ് നിരപ്പിൽ കാണുന്നത്. റോഡ് ശരിക്കും വലിയൊരു ബണ്ടാണ്. ഇടതുവശത്ത് വീടുകളുള്ള ഭാഗത്തെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ബണ്ട്. നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭാവിയിൽ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ടെന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടിരുന്നു. അങ്ങനെയൊരു സൂചന ലഭിച്ചാൽ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യം ഇവിടെയുണ്ട്.
കായലിന്റെയും കടലിന്റെയും തീരത്ത് ഈ വിധത്തിൽ മണ്ണിട്ടുയർത്തി ബണ്ടുകൾ നിർമ്മിക്കുക. ബണ്ടിനിപ്പുറമുള്ള കരഭാഗം കടലിനേക്കാൾ താഴ്ചയിലായാലും പ്രശ്നമില്ല. നെതർലൻഡ്സ് ഇങ്ങനെയാണ് തങ്ങളുടെ ഭൂപ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. കര കടൽ നിരപ്പിന് താഴെയായി പോകുന്നതിനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നെതർലൻഡ്സ് അതിനുള്ള പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ബണ്ടിന്റെ ഇടതുവശം ഇങ്ങനെയാണ്. കടലിനേക്കാൾ ഏറെ താഴ്ചയിലാണ് അത്. അവിടെ ധാരാളം വീടുകളുണ്ട്, മരങ്ങളും കൃഷികളുമുണ്ട്. അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നില്ല. ഒട്ടേറെ കനാലുകളുണ്ട് ഈ താഴ്ന്ന ഭാഗത്ത്. ആ കനാലുകളിൽ നിന്നും ഇടയ്ക്കിടെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ പമ്പിംഗ് സ്റ്റേഷനുകളുമുണ്ട്. കടൽ ജലം ഉയരുന്നത് നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാൽ കടൽ നിരപ്പ് ഉയരും. അതിന്റെ പേരിൽ കേരളത്തിലിരുന്ന് മുറവിളി കൂട്ടിയിട്ട് കാര്യമുണ്ടാവില്ല. പ്രായോഗികമായി ചിന്തിക്കുക മാത്രമാണ് മുന്നിലുള്ള പ്രതിവിധി. നമ്മുടെ ഭരണാധികാരികളും പരിസ്ഥിതി ശാസ്ത്രജ്ഞരുമൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്നുകൂടി പഠിക്കണം. കടലിനേക്കാൾ 1.5 മീറ്ററെങ്കിലും താഴ്ചയിലാണ് ഇടതുഭാഗത്തെ കരഭാഗം. എന്നിട്ടും അവിടെ സാധാരണ രീതിയിലുള്ള ജീവിതം പുലരുന്നു. അപ്പോൾ കൊച്ചിയിലും മറ്റും കടൽ നിരപ്പ് ഉയരുകയാണെങ്കിൽ നെതർലൻഡ്സ് കാണിച്ചു തന്ന ഈ പാത നമ്മളും പിന്തുടരണം. നടന്ന് പാർക്കിങ്ങിലെത്തി. രാവിലെ കയറിയ ബസ് ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങളെ മാർക്കൻ ദ്വീപിൽ ഇറക്കി വിട്ട ശേഷം മറ്റേതോ വഴിയിലൂടെ ബസ് ഇവിടെ വോളൻഡാമിൽ എത്തുകയായിരുന്നു. നേരം 2 മണിയാകാറായിരിക്കുന്നു. വില്ലേജ് ടൂറിന്റെ അവസാന ഘട്ടമാണിത്. വോളൻഡാം ടൂറിസത്തിലൂടെ നേടിയ വളർച്ച ഈ യാത്രയിലുടനീളം കാണാം. അതേസമയം ഇവിടെ ചെറുകിട വ്യവസായങ്ങളും മറ്റും ധാരാളമുണ്ട്. ഇതൊക്കെ വോളൻഡാമിന്റെ സാധാരണമായ ഗ്രാമമേഖലയാണ്. ടൂറിസ്റ്റുകൾ അധികമെത്താത്ത ഇടങ്ങൾ. നാട്ടുകാർക്ക് വേണ്ടിയുള്ള സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളുമെല്ലാമാണ് കെട്ടിടങ്ങളിൽ. അതായത് ടൂറിസത്തെ ഇവർ തീരമേഖലയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ ഒരു രീതിയിലും പ്രതികൂലമായി ബാധിക്കാതെ ടൂറിസം ഒരുക്കുകയാണ് എന്നർത്ഥം. ടൂറിസത്തിനായി പ്രത്യേക മേഖല തന്നെയുണ്ട്. പ്രശസ്തമായ ഒരു സിനിമാ ലൊക്കേഷൻ കൂടിയാണ് ഇന്ന് വോളൻഡാം. ഫ്രഞ്ച്, ഇറ്റാലിയൻ സിനിമകൾക്കെല്ലാം ഇവിടം ലൊക്കേഷനായിട്ടുണ്ട്. 2014 ഇറങ്ങിയ ക്വീൻ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനും വോളൻഡാമായിരുന്നു. വോളൻഡാം പിന്നിട്ട് ഞങ്ങൾ ആംസ്റ്റർഡാമിലേക്കുള്ള യാത്ര തുടർന്നു. ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് അവിടേക്ക്. തനത് ഡച്ച് വീടുകളാണ് എങ്ങും കാണുന്നത്. വോളൻഡാം വലിയൊരു ഗ്രാമമാണ്. എന്നാൽ അത് ഒരു പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു ഭാഗത്ത് ഗാവൂസി എന്ന ഉൾക്കടലാണ്. അതിനഭിമുഖമായി കൃഷിയിടങ്ങളും വീടുകളും. ചിലയിടത്ത് വിൻഡ് മില്ലുകൾ. വിശാലമായ കൃഷിയിടങ്ങൾ. കുട്ടനാട് പോലെ തന്നെയുള്ള ഒരു സ്ഥലം. ചെറിയ തോടുകൾ, ചിറകൾ. കൃഷി നടക്കാത്ത ഭാഗങ്ങളിൽ പശുക്കൾക്ക് മേഞ്ഞു നടക്കാനുള്ള പുൽമേടുകൾ. നെതർലൻഡ്സിലെ ഗ്രാമക്കാഴ്ച ഇതൊക്കെ തന്നെയാണ്. ചെറിയ തോടുകളും വലിയ കനാലുകളുമുണ്ട് കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ. കനാലിലെ ജലനിരപ്പും കരയും തമ്മിൽ നേർത്ത വ്യത്യാസമേ ഉള്ളൂ. 1 അടിയോ അരയടിയോ മാത്രമാണത്. അതേസമയം കടൽ നിരപ്പിൽ നിന്നും താഴെയാണ് ഈ ഭൂമി എന്നുകൂടി ഓർക്കണം. വലിയ പാടശേഖരങ്ങൾ, അതിനിടയ്ക്ക് മനോഹരമായ വീടുകൾ. ഫാം ഹൗസുകളും കളപ്പുരകളുമെല്ലാം വയലോരത്ത് അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ചേലാണ്. ധാരാളം ഡയറി ഫാമുകളുള്ള പ്രദേശങ്ങളാണിത്. വലിയ തോതിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പുല്ലെല്ലാം തിന്നു കൊഴുത്ത പശുക്കൾ ധാരാളം പാൽ ചുരത്തും. അത് ചീസ് ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളായി യൂറോപ്പിലെങ്ങും എത്തുന്നു. പാതയുടെ 2 വശത്തും നിരന്ന കൃഷിയിടങ്ങൾ തന്നെയാണ് കാഴ്ച. കുറേ ദൂരം ചെന്നു കഴിയുമ്പോൾ
ഇതുപോലെ ചെറിയ ഗ്രാമങ്ങൾ കാണും. ഗ്രാമത്തോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നു. നെതർലൻഡ്സ് ശരിക്കും കേരളത്തിന് പഠിക്കാനുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ കുട്ടനാടിനെയും തീരമേഖലയിലെ ഗ്രാമങ്ങളെയും എങ്ങനെ വികസിപ്പിക്കാമെന്ന് ഇവിടെ നിന്നും പഠിക്കാം. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളും ഈ വിധം നമുക്ക് മാതൃകയായുണ്ടെന്ന് മനസ്സിലാവുന്നു. പ്രകൃതിപരമായി നമ്മൾ നേരിടുന്ന അതേ പ്രശ്നങ്ങൾ നേരിടുന്ന നാടുകൾ. പുൽമേടുകളിലും വയലുകളിലുമെല്ലാമുണ്ട് പശുക്കൾ. ആയിരക്കണക്കിന് പശുക്കളെ ഈ യാത്രയിൽ കാണാം. 40 ലിറ്റർ വരെ പാൽ ഓരോ ദിവസവും ചുരത്തുന്നവയാണ്. പശുക്കൾ ഈ രാജ്യത്തിന് നൽകുന്ന സംഭാവന ചെറുതല്ല. ഗ്രാമക്കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വിശാലമായ ഡച്ച് വയലുകളുടെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടർന്നു.